മെയ് 28 ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 10 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ ദ സ്റ്റാർ വാർസ് മണ്ടലോറിയം ആൻഡ് ഗ്രാഹു എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,20,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 7 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 9ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ ഒബ്സഷൻ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ പ്രീസെയിൽ വഴി 1,70,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രം ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. 8ാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രമായ മൈക്കിൾ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2,43,000 രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 35 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 35 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 6,67,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം കേരളത്തിൽ ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ്. 7ാം സ്ഥാനത്ത് ഒരു മലയാള ചിത്രമാണ് ഡോസ് എന്ന ചിത്രം. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 7 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം തിയേറ്ററുകളിൽ ഒരു പരാജയമായി മാറിയിരിക്കുകയാണ്. 6ാം സ്ഥാനത്ത് അർജുൻ നായകനായി ഇന്നലെ റിലീസ് ചെയ്ത ബ്ലാസ്റ്റ് എന്ന തമിഴ് ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 7,20,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. 5ാം സ്ഥാനത്ത് ഒരു മലയാള ചിത്രമാണ് കറക്കം എന്നാണ് ചിത്രത്തിന് പേര്. ചിത്രം ഇന്നലെയാണ് റിലീസ് ചെയ്തത്. ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് സൂര്യ നായകനായി എത്തിയ കറുപ്പ് എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 16,60,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 14 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 14 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 13,16,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന് കേരളത്തിൽ നിന്ന് ഒരു മിക്സഡ് പ്ലസ് പോസിറ്റീവ് റെസ്പോൺസാണ് നേടിയെടുത്തത്. ചിത്രം കേരളത്തിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. 3ാം സ്ഥാനത്ത് ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് എന്നിവർ അഭിനയിച്ച അതിരടി എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 77 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 15 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 15 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 34,34,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന് ഒരു മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും ചിത്രം ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് ആന്റണി വർഗീസ് നായകനായി ഇന്നലെ റിലീസ് ചെയ്ത കാട്ടാളൻ എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന് കേരളത്തിൽ നിന്നും ഒരു മിക്സഡ് പ്ലസ് നെഗറ്റീവ് റെസ്പോൺസാണ് നേടിയെടുക്കാൻ സാധിച്ചത്. വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയാവുന്നതാണ്. 1ാം സ്ഥാനത്ത് ലാലേട്ടൻ നായകനായി എത്തിയ ദൃശ്യം 3 എന്ന ചിത്രമാണ്. ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 5,72,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 8 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 62,70,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം കേരളത്തിൽ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്.